الحمد لله الذي خلق الإنسان وعلمه البيان نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان اتقوا الله عباد الله وقال جل ثناؤه في القرآن المجيد أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും അതർഹിക്കുന്ന പ്രാധാന്യത്തിൽ ഗൗരവത്തിൽ ഉണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുകയും മരണപ്പെടുമ്പോൾ കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരണപ്പെടുകയും ചെയ്യുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജീവിതത്തിലെ വളരെ പ്രാധാന്യമുള്ള വിഷയങ്ങളിലൂടെയാണ് കഴിഞ്ഞ ഖുതുബകൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുമ്പോൾ ഏറ്റവും യുക്തിഭദ്രമായ നിലയിൽ പ്രമാണങ്ങളുടെ പിൻബലത്തിൽ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന രൂപത്തിൽ പ്രബോധനം ചെയ്തതും അതിനെ ആ സമുദായത്തിൻ്റെ മറുപടിയുമൊക്കെ നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. അവരുടെ ന്യായവാദങ്ങൾ ശക്തമായി തകർത്തെറിഞ്ഞപ്പോൾ ഇനി ചെയ്യാവുന്നൊരു കാര്യം ഭീഷണിപ്പെടുത്തലാണ്.
ഭയപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ കൂടെ നിർത്തുക എന്നതാണ് ബാബിലോണിയയിലെ ജനങ്ങൾ ചെയ്തത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ തർക്കവും അതിന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നൽകിയിട്ടുള്ള മറുപടിയും എല്ലാ കാലഘട്ടത്തിലെയും പ്രബോധകന്മാർ മനസ്സിരുത്തി മനസ്സിലാക്കേണ്ടത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഹാജ്ജഹു ഖൗമുഹു ഖാല അതുഹാജ്ജൂനി ഫില്ലാഹി വഖദ് ഹദാൻ വലാ അഖാഫു മാ തുശ്രികൂന ബിഹി ഇല്ലാ അൻ യശാഅ റബ്ബി ശൈആ വസിഅ റബ്ബി കുല്ല ശൈഇൻ ഇൽമാ അഫലാ തതദക്കറൂൻ. വഹാജ്ജഹു ഖൗമുഹു, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനത അദ്ദേഹവുമായി തർക്കത്തിൽ ഏർപ്പെടുകയുണ്ടായി. അവരിങ്ങോട്ട് തർക്കിച്ചു വരുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചു ചോദിക്കുകയാണ്, അതുഹാജ്ജൂനി ഫില്ലാ, അല്ലാഹുവിന്റെ വിഷയത്തിൽ നിങ്ങൾ എന്നോട് തർക്കിക്കുകയാണോ? വഖദ് ഹദാനി, തീർച്ചയായും അവൻ എനിക്ക് മാർഗദർശനം കാട്ടി തന്നിരിക്കുകയാണ്, അവൻ എന്നെ നേർവഴിയിലാക്കിയിരിക്കുകയാണ്. വലാ അഖാഫു മാ തുശ്രികൂന ബിഹി, നിങ്ങൾ അല്ലാഹുവിലേക്ക് പങ്കു ചേർക്കുന്ന ഒന്നിനെയും ഞാൻ ഭയപ്പെടുന്നില്ല. ഇല്ലാ അൻ യശാ റബ്ബി ശൈആ, എന്റെ രക്ഷിതാവ് ഉദ്ദേശിക്കുന്നതെന്തോ അതല്ലാതെ ഒന്നും സംഭവിക്കാനുമില്ല. വസിഅ റബ്ബി കുല്ല ശൈഇൻ ഇൽമാ, എന്റെ രക്ഷിതാവിന്റെ ജ്ഞാനം, എന്റെ രക്ഷിതാവിന്റെ അറിവ് സർവ കാര്യങ്ങളെയും ഉൾക്കൊള്ളാൻ മാത്രം വിപുലമായിരിക്കുന്നു, വിശാലമായിരിക്കുന്നു. അഫലാ തതദക്കറൂൻ, എന്താണ് നിങ്ങൾ ആലോചിക്കാത്തത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനത തർക്കിക്കാൻ വന്ന ആളുകളോട് തിരിച്ചു പറഞ്ഞ 2-3 കാര്യങ്ങളാണ്. ഒന്നാമത്തെ വിഷയം വഖദ് ഹദാനി, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചനാഥനോട് പങ്കു ചേർക്കുക എന്ന പ്രവർത്തനത്തിൽ നിന്ന് അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തുകയും അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നേർമാർഗം കാണിച്ചു തന്നിരിക്കുകയാണ്. രണ്ടാമത്തതോ വലാ അഖാഫു മാ തുശ്രികൂന ബിഹി, നിങ്ങൾ ഭയപ്പെടുത്തുന്നുണ്ടല്ലോ എന്നെ. ഇബ്രാഹിമെ സൂക്ഷിച്ചോളൂ, ഞങ്ങളെ ദൈവങ്ങളെ നീ കുറ്റം പറഞ്ഞാൽ, ഞങ്ങൾ ആരാധ്യ വസ്തുക്കളെ വേണ്ടാന്ന് പറഞ്ഞാൽ, അതിനെ ആരാധിക്കരുതെന്ന് പറഞ്ഞാൽ, അതിന്റെ ഭാഗത്ത് നിന്ന് വലിയ വിപത്തുകൾ നീ അനുഭവിക്കേണ്ടി വരും, വലിയ പ്രയാസങ്ങളും കഷ്ടനഷ്ടങ്ങളും അനുഭവിക്കേണ്ടി വരും. അത്തരത്തിലുള്ള ഭയപ്പെടുത്തലുകളുടെ മുന്നിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുന്നു, വലാ അഖാഫു മാ തുശ്രികൂന ബിഹി, നിങ്ങൾ പങ്കുചേർക്കുന്ന അള്ളാഹുവിൽ പങ്കുചേർത്തുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെയും ഞാൻ ഭയപ്പെടുന്നില്ല, എനിക്കതിനെ ഭയപ്പെടേണ്ട ആവശ്യവുമില്ല. ഇല്ലാ അൻ യശാഅ റബ്ബി ശൈആ, ഏതെങ്കിലും രൂപത്തിലുള്ള വല്ല വിപത്തും എന്നെ ബാധിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും രൂപത്തിൽ വല്ല പ്രയാസങ്ങളും ഞാൻ അഭിമുഖീകരിക്കേണ്ടി വരികയാണെങ്കിൽ, എന്റെ രക്ഷിതാവ് എനിക്ക് വിധിച്ചതല്ലാതെ എനിക്ക് ഉദ്ദേശിച്ചതല്ലാതെ ഒന്നും സംഭവിക്കാനും പോകുന്നില്ല. എന്റെ രക്ഷിതാവ് വസിഅ റബ്ബി കുല്ല ശൈഇൻ ഇൽമാ, എന്റെ രക്ഷിതാവിന്റെ വിജ്ഞാനം, അവന്റെ അറിവ് എല്ലാ വസ്തുക്കളിലും സർവ കാര്യങ്ങളിലും വിപുലമായതാണ്, വ്യാപകമായതാണ്. എന്താ നിങ്ങൾ ഇതൊന്നും ചിന്തിക്കാത്തത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വളരെ ശക്തമായി ചോദിക്കുകയാണ്. അതാണ് മുഫസ്സിറുകൾ പറഞ്ഞത്, അതുജാദിലൂനനി ഫി അംരില്ലാ, നിങ്ങൾ അല്ലാഹുവിന്റെ കാര്യത്തിൽ എന്നോട് തർക്കിക്കുകയാണോ? വഖദ് ബസ്സറനി വഹദാനി ഇലൽ ഹഖ്, അവൻ എനിക്ക് ഉൾക്കാഴ്ച നൽകി, അവൻ എന്നെ സത്യത്തിലേക്ക് മാർഗദർശനം നടത്തി. വഅന അലാ ബയ്യിനത്തിൻ മിൻഹു, ഞാനാവട്ടെ ആ വിഷയത്തിൽ വ്യക്തമായ തെളിവിന്റെ മേലാകുന്നു. ഫകൈഫ അൽതഫിതു ഇലാ അഖ്വാലികുമുൽ ഫാസിദ വമുഅ്തഖദാതികുമുൽ ബാത്തില, പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ ഈ അബദ്ധ വിശ്വാസത്തിലേക്കും നിങ്ങളുടെ ഈ മോശമായ വർത്തമാനത്തിലേക്കും ഒക്കെ ഞാൻ തിരിയ? ഇല്ല, ഒരിക്കലും എനിക്കതിന് സാധിക്കില്ല. അതുകൊണ്ട് ജനങ്ങളെ, നിങ്ങളുടെ തർക്കം അസ്ഥാനത്താകുന്നു. നിങ്ങൾ ചെയ്യുന്നത് എന്നെ ഭയപ്പെടുത്തൽ മാത്രമാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വീണ്ടും ആ ജനങ്ങളോട് ചോദിക്കുന്നു, വകൈഫ അഖാഫു മാ അശ്റക്തും, വകൈഫ അഖാഫു മാ അശ്റക്തും, നിങ്ങൾ അല്ലാഹുവിൽ പങ്കുചേർക്കുന്ന വസ്തുവിനെ ഞാൻ എങ്ങനെ ഭയപ്പെടാനാണ്? ഞാൻ എന്തിനു ഭയപ്പെടണം? വലാ തഖാഫൂന അന്നകും അശ്റക്തും ബില്ലാഹ് മാ ലം യുനസ്സിൽ ബിഹി അലൈക്കും സുൽത്താനാ, നിങ്ങൾക്കോ നിങ്ങൾ ചെയ്യുന്ന പരിപാടിയോ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ അധികൃത ലക്ഷ്യവുമില്ലാതെ നിങ്ങൾ അള്ളാഹുവിൽ പങ്കുചേർത്തുകൊണ്ടിരിക്കുന്നു.
ആ വസ്തുക്കളുടെ വിഷയത്തിൽ നിങ്ങളൊന്നും ഭയപ്പെടുന്നുമില്ല. അള്ളാഹുവിൽ പങ്കുചേർക്കുന്നതിൽ നിങ്ങൾ പേടിക്കുന്നില്ല. അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന വിഷയത്തിൽ നിങ്ങളുടെ മുന്നിൽ യാതൊരു പ്രമാണവുമില്ല. ആ പ്രമാണമില്ലാത്ത വിഷയത്തെ നിങ്ങൾ ഉൾക്കൊള്ളുകയും നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അതിനെ പേടിക്കുന്നില്ല, അഥവാ ആ പ്രവർത്തനത്തെ നിങ്ങൾ ഭയപ്പെടുന്നില്ല. പക്ഷെ ഞാൻ എന്തിനതിനെ ഭയപ്പെടണം? നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ രണ്ട് കൂട്ടരിൽ ആരാ ഏറ്റവും നിർഭയരായവൻ? ആരാ? എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ രക്ഷിതാവിന്റെ വിഷയത്തിൽ ഞാൻ കൃത്യമായ വിശ്വാസത്തിലാണ്. അതുകൊണ്ട് ഇതര വസ്തുക്കളോ ഒന്നിനെയും ഞാൻ ഭയപ്പെടേണ്ടതില്ല. നിങ്ങളോ? നിങ്ങൾ പലതിനെയും പേടിച്ച് പ്രയാസപ്പെട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആ ചെയ്യുന്ന പ്രവർത്തനം തെറ്റാണെന്ന് നിങ്ങൾക്കൊരു വേള ബോധ്യമായതുമാണ്. പക്ഷെ എന്നിട്ടും എന്തേ നിങ്ങൾ അതിനെ പേടിക്കുന്നില്ല? പിന്നെന്തിനാ ഞാൻ ഭയപ്പെടേണ്ടത്? അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. നിർഭയരായ ആളുകൾ ആരെന്നറിയുമോ? അല്ലദീന ആമനു, വിശ്വസിച്ച ആളുകളാണ്. വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ, ആ വിശ്വാസത്തിൽ ശിർക്കിന്റെ യാതൊരുവിധ കലർപ്പും കലർത്തിയിട്ടില്ലാത്ത ആളുകൾ. ഉലൈക ലഹുമുൽ അംൻ, അക്കൂട്ടർക്കാകുന്നു നിർഭയം. വഹും മുഹ്തദൂൻ, അവരാണ് മാർഗദർശനം സ്വീകരിച്ച ആളുകൾ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാൻ. എന്നിട്ട് അല്ലാഹു പറയാൻ, വതിൽക ഹുജ്ജതുനാ ആതൈനാഹാ ഇബ്രാഹീമ അലാ ഖൗമിഹി. അല്ലാഹു പറയുന്നു, ഇബ്രാഹീമിന് തന്റെ ജനതയ്ക്ക് എതിരായി നാം നൽകിയ ന്യായപ്രമാണമത്രേ അത്. നർഫഉ ദറജാതിൻ മൻ നശാ, നാം ഉദ്ദേശിക്കുന്നവർക്ക് നാം പദവികൾ ഉയർത്തി കൊടുക്കുന്നതാണ്. ഇന്ന റബ്ബക ഹകീമുൻ അലീം, നിന്റെ രക്ഷിതാവ് യുക്തിമാനും സർവജ്ഞനുമാകുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിരത്തിയ പ്രമാണങ്ങളെ കുറിച്ച് അല്ലാഹു പറയുന്നത് ഹുജ്ജത്തുന, അതാണ് നമ്മളുടെ ന്യായപ്രമാണം. ഒരൊറ്റ ഒരാൾക്കും തകർക്കാൻ പറ്റാത്ത ന്യായപ്രമാണം അതാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നിർഭയത്വമുണ്ടല്ലോ, സത്യവിശ്വാസികളെ നമ്മളെ നെഞ്ചിലേക്ക് അടുപ്പിച്ചു വെക്കേണ്ടുന്ന, അല്ല ഹൃദയത്തിൽ രൂഢമൂലമാക്കേണ്ടുന്ന നിർഭയത്വമാണത്. അല്ലാഹുവല്ലാതെ ഒന്നിനെയും ഭയപ്പെടാത്ത ചങ്കൂറ്റം, അല്ലാഹുവിനെ മാത്രം ഭയപ്പെടുകയും അല്ലാഹുവല്ലാതെ വിളിച്ചു തേടപ്പെടുന്ന ഒരാളെയും ഭയപ്പെടാതിരിക്കുക എന്നത് ഏറ്റവും നല്ല നിർഭയത്വമാണ്. പക്ഷെ പലപ്പോഴും നമുക്കതിന് കഴിയില്ല. ചില ആളുകളൊക്കെ പറയാറുണ്ട്, ഒന്നുമില്ലെങ്കിലും എന്തെങ്കിലും ഉണ്ടാവൂലേ ഒരു പേടി, എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും ഒന്ന്, വല്ലാത്തൊരു ഉൾപേടി ഉള്ളിലുണ്ട്. അള്ളാഹുവിനെ കുറിച്ചുള്ള സമ്പൂർണ്ണ നിർഭയത്വമില്ല. നിങ്ങൾ കണ്ടില്ലേ, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് തേടപ്പെടുന്ന ആരാധിക്കപ്പെടുന്ന മുഴുവൻ ആളുകളുടെയും വലിയ അജണ്ടയാണത്. അവരുടെ ആരാധ്യ വസ്തുക്കളെ വെച്ചുകൊണ്ട് മറ്റുള്ളവരെ ഭയപ്പെടുത്തുക. നമ്മുടെ നാട്ടിൽ തന്നെ കാണാം. ആ ജാറത്തെ കുറ്റം പറയല്ലേ, ഈ ജാറത്തെ എതിർക്കരുത്, ആ ബീവിയെ എതിർക്കരുത്, ഈ ബാബയെ കുറ്റം പറയരുത്. കാരണം അവരിൽ നിന്ന് ഗുരുത്തക്കേട് തട്ടും, അതിൽ നിന്ന് വലിയ അബദ്ധങ്ങൾ ഉണ്ടാകും, വലിയ വിപത്തുകൾ ഉണ്ടാകും. അപ്പോഴാണ് ഇബ്രാഹിം നബിയുടെ പ്രയോഗം പ്രയോഗിക്കേണ്ടത്. ഇബ്രാഹിം നബിക്ക് അല്ലാഹു കൊടുത്ത ന്യായപ്രമാണം പറയേണ്ടത് എന്ത്? വല അഖാഫു മാ തുശ്രികൂന ബിഹി ഇല്ല അൻ യശാ റബ്ബി ശൈഅൻ വസഅ റബ്ബി കുല്ല ശൈഇൻ ഇൽമാ. കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. ഇല്ല, അല്ലാഹു അല്ലാതെ വിളിച്ച് തേടപ്പെടുന്ന ഒന്നിനെയും ഞാൻ പേടിക്കണില്ല, എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊന്നിനും ന്യായപ്രമാണങ്ങൾ അവതരിപ്പിച്ചിട്ടില്ല, അതിനൊന്നിനും അടിസ്ഥാനപരമായ പ്രമാണങ്ങളില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്തിനതിനെ ഭയപ്പെടണം? എന്റെ രക്ഷിതാവിനെ മാത്രം ഭയപ്പെട്ടാൽ മതി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. നിങ്ങൾ ആലോചിച്ച് നോക്കാം, ഒരു സമൂഹത്തോട് യുക്തിഭദ്രമായി അവരുടെ നാവടക്കുന്ന രൂപത്തിൽ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് സംസാരിക്കുക എന്നതാണ് ഒരു പ്രബോധകന്റെ ബാധ്യത എന്ന് അള്ളാഹുവിന്റെ ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദഅവത്തിലൂടെ പഠിപ്പിച്ചു തരുകയാണ്. ഇനി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ സമുദായത്തോടുള്ള സംസാരം അവസാനിപ്പിക്കണില്ല. അതോടൊപ്പം തന്നെ നാട് ഭരിക്കുന്ന ചക്രവർത്തിയുടെ മുന്നിലേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ഇനി അടുത്തത് പോകേണ്ടത് എവിടെയാണ്? ബാപ്പയും ഉമ്മയും ബാപ്പയും കുടുംബവും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു, നാട്ടുകാരോട് പറഞ്ഞു. ഇനി പറയേണ്ടത് രാജ്യം ഭരിക്കുന്ന ചക്രവർത്തിയോടാണ്. ആരായിരുന്നു രാജ്യം ഭരിക്കുന്ന ചക്രവർത്തി? അയാൾ
ഗ്രന്ഥങ്ങളിലൊക്കെ ഹദീസുകളിലും ആയത്തിന്റെ വിശദീകരണത്തിലുമൊക്കെ കാണുന്നത് നമ്രൂദ് ആയിരുന്നു എന്നാണ്. ആരായിരുന്നു അയാൾ? ബാബിലോണിയയിലെ അന്നത്തെ രാജാവ് നമ്രൂദ് ഇബ്നു കൻആൻ ഇബ്നു കൂശ് ഇബ്നു സാം ഇബ്നു നൂഹ്. നൂഹിന്റെ മകനായ, സാമിന്റെ മകനായ, കൂശിന്റെ മകനായ നമ്രൂദ് ആയിരുന്നു അന്ന് ബാബിലോണിയ ഭരിച്ചിരുന്ന രാജാവ്. അയാൾ വലിയ ചക്രവർത്തിയായിരുന്നു. അയാളുടെ പ്രയോഗം ഞാൻ തന്നെ റബ്ബായിരുന്നു എന്നാണ്. എല്ലാ കാലഘട്ടത്തെയും രാജാക്കന്മാരുടെ പ്രയോഗം അതായിരുന്നു എന്നാൽ എല്ലാ കാലഘട്ടങ്ങളിലും ആരാധിക്കപ്പെടുന്ന വസ്തുക്കളുടെ കൂട്ടത്തിൽ നാടുഭരിക്കുന്ന ചക്രവർത്തിമാരെയും രാജാക്കന്മാരെയും ആരാധിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ജനങ്ങൾ. കാരണം അടക്കി ഭരിച്ചിരിക്കുമ്പോൾ അയാൾ പറയുന്നതിനപ്പുറത്തേക്കൊന്നും ചെയ്യാൻ കഴിയാത്ത, അങ്ങേയറ്റത്തെ ബലമില്ലാത്ത അശരണരായ ആളുകൾ അയാൾ പറയുന്നു സ്വീകരിച്ചു പോകും. അങ്ങനെയാണ് ആ ബാബിലോണിയയിലെ രാജാവ് താൻ റബ്ബാണെന്ന് വാദിക്കുകയും അയാൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വന്നപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അയാൾ ചോദിച്ചു, ആരാ നിന്റെ റബ്ബ്? ഞാനല്ലാതെ റബ്ബോ? മൂസ നബിയോട് ഫിർഔൻ ചോദിച്ചതുപോലെ ഞാനല്ലാതെ റബ്ബ്, ആരാ നിന്റെ റബ്ബ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മറുപടി പരിശുദ്ധ ഖുർആൻ ആശ്ചര്യകരമായ പ്രയോഗത്തിലൂടെ, പരിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറ 258 ആയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് നമ്രൂദ് ചോദിച്ചതും അതിനുള്ള മറുപടിയും, നമ്രൂദ് പറഞ്ഞ മറുപടിയും അതിനുള്ള മറുപടിയും പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറയുകയാണ്, അലം തറ ഇലല്ലദീ ഹാജ്ജ ഇബ്രാഹീമ ഫീ റബ്ബി അൻ ആതാഹു അല്ലാഹുൽ മുൽക ഇദ് ഖാല ഇബ്രാഹീം റബ്ബിയല്ലദീ യുഹ്യീ വയുമീത് قال أنا أحيي وأميت قال إبراهيم فإن الله يأتي بالشمس من المشرق فأت بها من المغرب فبهت الذي كفر والله لا يهدي القوم الظالمين. പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറയുന്നു, അലം തറ ഇലല്ലദീ ഹാജ്ജ ഇബ്രാഹീമ ഫീ റബ്ബിഹി, ഇബ്രാഹിമിനോട് അദ്ദേഹത്തിന്റെ നാഥന്റെ കാര്യത്തിൽ തർക്കിച്ചവനെ പറ്റി നീ അറിഞ്ഞില്ലേ നബിയേ? വലിയ അത്ഭുതത്തോടെ തഅജ്ജുബിന്റെ പദമായ രൂപത്തിൽ അല്ലാഹു ചോദിക്കുന്നു, നബിയേ നിങ്ങൾ അറിഞ്ഞില്ലേ അല്ലാഹുവിന്റെ വിഷയത്തിൽ ഇബ്രാഹിം നബിയോട് തർക്കിച്ച ഒരുവനെ കുറിച്ച്? എന്തേ അയാൾ? അൻ ആതാഹുല്ലാഹുൽ മുൽക്, അല്ലാഹു അയാൾക്ക് അധികാരം കൊടുത്തതാണ് അതിന്റെ കാരണം. ലോകത്ത് വേറൊരാൾക്കും കിട്ടാത്ത രൂപത്തിലുള്ള അധികാരം ലഭിക്കുന്നു. ഇബ്നു ഹജർ അസ്ഖലാനി തന്റെ ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തുന്ന ഒരു സംഭവമുണ്ട്, ഒരു ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. അൻ സുഫിയാൻ അസ്സൗരി ഖാല ബലഗനി അന്നഹു മലക ദുനിയ കുല്ലഹാ അർബഅതൻ മുഅ്മിനാൻ വകാഫിറാൻ സുലൈമാനുൻ നബി അലൈഹി സലാം വദുന്നൂറൈൻ വദുൽഖർനൈൻ വനമ്രൂദ് വബുഖ്തനസർ റവാഹു വഖീഅ ഫി തഫ്സീരി. ഇബ്നു ഹജർ അസ്ഖലാനി തന്റെ ഫത്ഹുൽ ബാരി രേഖപ്പെടുത്തുകയാണ്, 4 ആളുകൾ ലോകത്തെ മുഴുവനും അടക്കി ഭരിച്ച 4 ചക്രവർത്തിമാരുണ്ടായിരുന്നു എന്നാണ്. 2 പേര് മുഅ്മിനുകളാണ്, 2 പേര് കാഫിറുകളാണ്. ആരൊക്കെയാ മുഅ്മിനുകൾ? സുലൈമാൻ ഇബ്നു ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം. സുലൈമാൻ നബി, ദാവൂദ് നബിയുടെ മകനായ സുലൈമാൻ നബി അലൈഹിസ്സലാം ലോക ചക്രവർത്തിയായിരുന്നു. രണ്ടാമത്തെ ദുൽഖർനൈനാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് കഹ്ഫിൽ പരാമർശിക്കുന്ന ദുൽഖർനൈൻ ലോകം മുഴുവനും അടക്കി ഭരിച്ച രാജാവായിരുന്നു. 2 കാഫിറുകൾ ഉണ്ടായിരുന്നു ലോകം മുഴുവൻ അടക്കി ഭരിച്ചത്. ഒന്ന് നമ്രൂദാണ്, രണ്ടാമത്തത് ബുഖ്തനസറുമാണ്. ഈ 4 ആളുകളാണ് ലോകം അടക്കി ഭരിച്ചിരുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ടാണ് പറഞ്ഞത് അൻ ആതാഹുല്ലാഹുൽ മുൽക, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അധികാരം കൊടുത്തു. ആ അധികാരം കൊടുത്ത കാരണത്തിനാലാണ് അവൻ ഇബ്രാഹിം നബിയോട് റബ്ബിനെ കുറിച്ച് തർക്കിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, റബ്ബിയല്ലദീ യുഹ്യീ വയുമീത്, നിന്റെ റബ്ബ് ആരാ? നിന്റെ രക്ഷിതാവ്. ഇബ്രാഹിം നബി പറഞ്ഞു, റബ്ബുനല്ലദീ, ഞങ്ങളെ 2 രക്ഷിതാവ്, റബ്ബിയല്ലദീ യുഹ്യീ വയുമീത്, എന്റെ റബ്ബ് ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമാകുന്നു. ആർക്കാണോ ജീവൻ നൽകാൻ കഴിവുള്ളവൻ, ആർക്കാണോ മരിപ്പിക്കാൻ കഴിവുള്ളവൻ, അവനാണ് എന്റെ രക്ഷിതാവ്. ഉടനെ അയാൾ പറഞ്ഞു, ഖാല അനാ ഉഹ്യീ വഉമീത്, ഞാനും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനാണല്ലോ, ഞാനും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നല്ലോ. എങ്ങനെയാണ്? തഫ്സീറുകളിൽ കാണാം,
ഇബ്നു കസീർ റഹിമഹുല്ലാ തന്റെ തഫ്സീർ രേഖപ്പെടുത്തിയ വാചകം ഇങ്ങനെയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വർത്തമാനത്തിന് മറുപടിയായി അയാൾ പറഞ്ഞു, ഞാനിതാ രണ്ടാളുകളെ കൊണ്ടുവരികയാണ്. ഖദിസ്തഹഖൽ ഖത്ല, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട രണ്ടാളുകളെ ഞാൻ കൊണ്ടുവന്നു. എന്നിട്ട് ഫആമറു ബിഖത്ലി അഹദിഹിമാ ഫയുഖ്തൽ, ഒരാളെ കൊല്ലാൻ ഞാൻ കൽപ്പിച്ചു, അങ്ങനെ അയാൾ കൊല്ലപ്പെട്ടു. വബിൽ അഫ്വി അനിൽ ആഖിർ ഫലാ യുഖ്തൽ, രണ്ടാമത്തെ ആളെ കൊല്ലാതെ വിടാൻ ഞാൻ കൽപ്പിച്ചു, മാപ്പ് കൊടുക്കാൻ പറഞ്ഞു, അങ്ങനെ അയാൾ പറഞ്ഞു വിടുകയും ചെയ്തു. ഇപ്പൊ ഞാനും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്തിട്ടില്ലേ? സുബ്ഹാനല്ലാഹ്. എല്ലാ കാലഘട്ടത്തിലും തൗഹീദിനെതിരായ ആളുകളുടെ കുതന്ത്ര വർത്തമാനമാണത്. എല്ലാവർക്കും അറിയാം, ബുദ്ധിയുള്ളവർക്കൊക്കെ അറിയാം ഇബ്രാഹിം നബി പറഞ്ഞത് എന്താണ്, നമ്രൂദ് തിരിച്ചു പറഞ്ഞത് എന്താണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് എന്തായിരുന്നു? ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞത്, ലോകത്ത് എല്ലാ വസ്തുക്കൾക്കും ജീവൻ നൽകുന്നവൻ അല്ലാഹുവാകുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ അദമിൽ നിന്ന് ഉണ്ടാക്കാനുള്ള കഴിവ് അല്ലാഹുവിന് മാത്രമേ ഉള്ളൂ. ദുനിയാവിക അഥവാ ഭൗതിക ലോകത്തിന്റെ തുടക്കമാകുന്ന ജീവൻ, ആ ജീവൻ നൽകാനുള്ള കഴിവ് അല്ലാഹുവിന് മാത്രമേ ഉള്ളൂ എന്നാണ്. അദമിൽ നിന്ന്, ഇല്ലായ്മയിൽ നിന്നുണ്ടാക്കുക എന്നതാണ്. ഫിർഔൻ ഇവൻ നമ്രൂദ് ചെയ്ത പണിയോ സാധാരണഗതിയിൽ കൗണ്ടർ ചെയ്ത് പറയുക എന്നാ പറയാതിന്, നേരെ ഓപ്പോസിറ്റ് അടിക്കാം. നമ്മുടെ നാട്ടിലൊരു പ്രയോഗം നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും. മുജാഹിദ് മൗലവിയുടെ ചോദ്യം ഇതായിരുന്നു, മുഹിയുദ്ദീൻ ശൈഖിന് കഴിയുമോ? കഴിയുമെങ്കിൽ ഈ സ്റ്റേജ് പൊളിഞ്ഞു വീഴട്ടെ എന്നായിരുന്നു മൗലവിയുടെ ചോദ്യം. ഉടനെ അപ്പുറത്തുനിന്ന് നമ്മുടെ ഭംഗിവദ്യോധികനായ ഉസ്താദിന്റെ ചോദ്യം വന്നു, അള്ളാഹ്ക്ക് കഴിവുണ്ടെങ്കിൽ ഈ സ്റ്റേജ് പൊളിയട്ടെ. അതോടെ ജനങ്ങളെല്ലാം തക്ബീർ വിളിച്ചു, മൗലവി ഇളിഭ്യനായി പോയി. സുബ്ഹാനല്ലാഹ്. നോക്കൂ നിങ്ങൾ, ഇതാണ് കൗണ്ടർ. തൗഹീദിനെ തകർക്കാൻ സാധാരണഗതിയിൽ എല്ലാ തൗഹീദിന്റെ വിരോധികളും പ്രയോഗിക്കുന്ന പ്രയോഗമാണ് നമ്രൂദിന്റെ പ്രവർത്തനം തന്നെ. നമ്രൂദിന്റെ പ്രവർത്തനം. നമ്രൂദ് പറഞ്ഞത് കണ്ടോ, ഞാനും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്തില്ലേ? നേർക്ക് നേരെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ എളുപ്പമായ രൂപത്തിലുള്ള പ്രയോഗം. ഉടനെ ഇബ്രാഹിം നബിയുടെ രണ്ടാമത്തെ പ്രയോഗം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഇനി നിനക്ക് കേൾക്കണോ? ഫഇന്നല്ലാഹ യഅതി ബിശംസി മിനൽ മശ്രിഖി ഫഅതി ബിഹാ മിനൽ മഗ്രിബ്. എങ്കിൽ നമ്രൂദ്, നീ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനാണെന്ന് വാദിക്കുകയാണല്ലോ. എങ്കിൽ ആ ആളെ സംബന്ധിച്ചിടത്തോളം എല്ലാ സൃഷ്ടികൾക്കും അയാൾ പൂർണ്ണമായ ഉടമസ്ഥാവകാശം ഉണ്ടാകുമല്ലോ. ജീവിപ്പിക്കാനും മരിപ്പിക്കാനും കഴിവുള്ളവനാണെങ്കിൽ എല്ലാ സൃഷ്ടികളിലും അയാൾ അടക്കി ഭരിച്ചിട്ടുണ്ടാകുമല്ലോ. എങ്കിൽ എന്റെ റബ്ബ് സൂര്യനെ കിഴക്കു നിന്ന് കൊണ്ടുവരുന്നു, അതിനെ നേരെ അസ്തമയ സ്ഥാനത്തിലേക്ക് അല്ലാഹു കൊണ്ടുപോവുകയാണ്. ഫഅതി ബിഹാ മിനൽ മഗ്രിബ്. എങ്കിൽ നമ്രൂദേ, നിനക്ക് കഴിയുമോ സൂര്യനെ പടിഞ്ഞാറ് നിന്ന് കൊണ്ടുവരാൻ? കൃത്യമായ ചോദ്യം. ഇനിയൊന്നും പറയാൻ പറ്റൂല. ഇത് വിശദീകരിച്ച പണ്ഡിതന്മാരൊക്കെ പറയുന്നുണ്ട്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യം പറഞ്ഞ് സമ്മതിച്ചു കൊടുത്തതാണോ? ആദ്യം പറഞ്ഞതല്ല, നിനക്കതിന് കഴിയുമെന്ന് സമ്മതിച്ചു കൊടുത്തതാണോ? അല്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ രണ്ടാമത് പറഞ്ഞത് ആദ്യം പറഞ്ഞതിന്റെ വിശദീകരണമാണ് രണ്ടാമത് പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താ? ഭൗതിക ലോകത്തിന്റെ തുടക്കമായ ജീവനും പാരത്രിക ലോകത്തിന്റെ തുടക്കമായ മൗത്തും, അഥവാ ഒരു വസ്തുവിന് തുടക്കവും ഒടുക്കവും നിശ്ചയിക്കുക എന്നതാണ്. അത് കൊടുക്കാൻ നിനക്ക് കഴിയുമെന്നാണ് നിന്റെ വാദം. എങ്കിൽ ആ തസറുഫാത്ത് എല്ലാത്തിലും ഉണ്ടാവണം. ആ ക്രയവിക്രയാധികാരം എല്ലാത്തിലും റബ്ബിനുണ്ട്. എങ്കിൽ നിനക്ക് ചെയ്യാൻ പറ്റുമോ? പ്രപഞ്ചത്തിൽ, ഭൂമിയിൽ ശക്തമായ വെളിച്ചം നൽകുന്ന സൂര്യൻ അത് കിഴക്ക് നിന്ന് ഉദിച്ചു വരുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു. അതെന്റെ രക്ഷിതാവിന്റെ തീരുമാനമാണ്. രക്ഷിതാവിന്റെ തീരുമാനവും അവന്റെ ആ അടയാളമായി അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമായിട്ടാണ് അതുള്ളത്. എങ്കിൽ നിനക്ക് സാധ്യമാകുമോ അതിനെ ഒന്ന് തിരിച്ചു കൊണ്ടുവരാൻ? അവിശ്വസിച്ചവനായവൻ, ആ രാജ്യത്തിന്റെ ചക്രവർത്തി ആളുകളുടെ മുന്നിൽ ഉത്തരം മുട്ടിപ്പോയി. മറുപടി പറയാൻ പറ്റാത്തതാണ്. കാരണം സൂര്യനും ചന്ദ്രനുമെല്ലാം റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളാണ്. അതെല്ലാം ഖുർആൻ പറഞ്ഞതാണ്.
അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമായി അവന്റെ കൽപ്പനക്ക് വശംബദ്ധനായി ജീവിക്കുന്നതാണ് സൂര്യൻ. കൃത്യമായ മുന്നോട്ടുള്ള പ്രയാണമെല്ലാം റബ്ബ് തീരുമാനിച്ച പ്രകാരമാകുന്നു. ആ നിയമത്തിനനുസരിച്ചാൽ ലോകത്തൊരാൾക്കും ഒന്നും കഴിയില്ല. അപ്പോ നമ്രൂദിന് ഉത്തരം മുട്ടിയപ്പോ അടുത്ത അതാ വർത്തമാനം. എന്താ ഉത്തരം മുട്ടിയത്? ഇത് ചെയ്യാനുള്ള കഴിവ് അയാൾക്കില്ല. അതോടുകൂടി രണ്ടും പൊളിഞ്ഞു. ആദ്യം പറഞ്ഞതും പൊളിഞ്ഞു പോയി. എന്ന് പറഞ്ഞതും പൊളിഞ്ഞു. കാരണം ഈ സമ്പൂർണമായ ക്രയവിക്രയാധികാരം തനിക്കില്ല എന്ന് ജനങ്ങളുടെ മുന്നിൽ വെച്ച് ബോധ്യപ്പെടുന്നതായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുനാളറയുടെ അവസാനം. ഇതാണ് സംവാദം, ഇതാണ് മുനാളറ, ഇതാണ് ഹിവാർ. കൃത്യമായ പ്രമാണങ്ങളുടെ പിൻബലത്തിലുള്ള ശക്തമായ പ്രയോഗം. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ ആയത്തായി പഠിപ്പിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഇമാം ബുഖാരി മുസ്ലിം സഹീഹ് രേഖപ്പെടുത്തിയത് കാണാം. മഹാനായ മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ കേട്ടു. എന്താ സംഭവം? ഇൻകസഫത്തി ശംസു അലാ അഹദി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ മാത ഇബ്രാഹിം അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊന്നോമനയായ പൊന്നുമോൻ ഇബ്രാഹിം മരിച്ച ദിവസം അന്ന് സൂര്യഗ്രഹണമുണ്ടായി. ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു. എപ്പോഴാ പറഞ്ഞു കൊടുത്തറിയോ? ചില ആളുകളൊക്കെ പറഞ്ഞു, കണ്ടോ പ്രവാചകന്റെ മകനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സൂര്യൻ വരെ ഗ്രഹണം ബാധിച്ചു പോയി. ചില ആളുകളൊക്കെ പറയാറുണ്ട്, ആലങ്കാരിക പ്രയോഗങ്ങൾ പോലെ ഉണ്ട്. ഇന്ന നേതാവ് മരിച്ചപ്പോ അന്ന് മുഴുവനും ഇരുട്ടടഞ്ഞതുപോലെ മേഘക്കീറുകൾ കൊണ്ട് സൂര്യനും ചന്ദ്രനും ഭൂമിയും എല്ലാം ഇങ്ങനെ അടങ്ങി നിന്നതുപോലെ ദുഃഖാർത്ഥരായി നിന്നു. ചില ആളുകൾ പറയാറുണ്ട്. ചില മുസ്ലിമീങ്ങൾ തന്നെ വിചാരിക്കാറുമുണ്ട് അന്ന് എല്ലാ സംഭവങ്ങളും ഉണ്ടായി. കാരണം ആ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ടാണ്. ഈ ഒരു സംഭവം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നബിതങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്താണ്. അവിടുത്തെ പൊന്നുമോൻ ഇബ്രാഹിം മരിച്ചപ്പോ ജനങ്ങൾ, ചില ആളുകൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ മിമ്പറിലേക്ക് കയറി. എന്നിട്ട് നബിതങ്ങൾ ജനങ്ങളോട് പറഞ്ഞു, ഇന്ന ശംസ വൽ ഖമറ ആയതാനി മിൻ ആയാതില്ലാഹ്, സൂര്യനും ചന്ദ്രനും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ട ദൃഷ്ടാന്തമാണ്. ലാ യൻകസിഫാനി ലിമൗതി അഹദിൻ വലാ ലിഹയാതി, ഒരാളുടെ ജീവിതത്തിനു വേണ്ടിയോ ഒരാളുടെ മരണത്തിനു വേണ്ടിയോ അത് ഗ്രഹണം ബാധിക്കുന്നില്ല. ഫൈദാ റഅയ്തുമുഹുമാ ഫദ്ഉല്ലാഹ വസല്ലു ഹത്താ തൻകശിഫ്, അങ്ങനെ സൂര്യഗ്രഹണം കണ്ടാൽ ഉടൻ തന്നെ നിങ്ങൾ നിസ്കാരത്തിലേക്ക് വ്യാപൃതരാവണം, പ്രാർത്ഥനയിൽ നിങ്ങൾ വ്യാപൃതരാവണം. ആ സൂര്യന്റെ ഗ്രഹണം വെളിവാകുന്നത് വരെ, ഗ്രഹണത്തിൽ നിന്ന് മാറി സൂര്യൻ പ്രത്യക്ഷമാകുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യണം? നിസ്കാരത്തിലും പ്രാർത്ഥനയിലുമായി കഴിഞ്ഞുകൂടണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കണം. ഞാൻ പറഞ്ഞത്, മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്രൂദിനെ ഉത്തരം മുട്ടിക്കുകയാണ്. ഇത് കൊണ്ടുവരാൻ നിനക്ക് സാധിക്കുമോ? പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് നീ ഉയർന്ന് ഞാനും റബ്ബാണെന്ന് പറയുന്നത് ശരിയാണെങ്കിൽ എങ്കിൽ ഇതൊന്ന് കൊണ്ടുവരൂ എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇല്ല, ഫബുഹിതല്ലദീ കഫർ, നമ്രൂദിന് ഉത്തരം മുട്ടി. അയാളുടെ മരണത്തെക്കുറിച്ച് ഇമാം ഖുർത്തുബി തന്റെ തഫ്സീർ രേഖപ്പെടുത്തുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് കൊടുത്തൊരു വലിയ ശിക്ഷ, ധാരാളം കൊതുകുകളെ അള്ളാഹു പറഞ്ഞയച്ചു എന്നാണ്. ബഊലത്തിനെ പറഞ്ഞയച്ചു. ബഊലത്തിങ്ങ് വന്ന് അന്തരീക്ഷം മുഴുവനും മറക്കുന്ന രൂപത്തിൽ ബഊലത്ത് വരുന്നു. അവരവന്റെ സൈന്യങ്ങളെ മുഴുവനും തിന്നു തീർത്തു എന്നാണ്. രക്തം കുടിച്ച് തിന്നു തീർത്തു കളഞ്ഞു. ഒന്നോ രണ്ടോ കൊതുകിനെയൊക്കെ വീശി അടിക്കാൻ പറ്റൂലേ? പക്ഷെ കൊതുകുകൾ മൊത്തത്തിൽ ഇങ്ങ് വളഞ്ഞാലോ? അവസാനം ഇമാം ഖുർത്തുബി രേഖപ്പെടുത്തുകയാണ്, ഒരു ബഊലത്ത് നേരെ വന്ന് അവന്റെ മൂക്കിലൂടെ തലച്ചോറിലേക്ക് കയറിപ്പോയി. എന്നിട്ട് അതിന്റെ ഉള്ളിലിരുന്ന് അവന്റെ തലച്ചോറ് മുഴുവനും തിന്നു തീർത്തു വന്നു. അത് തിന്ന് ഒരു എലീന്റെ വലിപ്പം വരെ ആയി എന്നാണ്. അങ്ങനെയാണ് അയാൾ ചത്തുപോയതെന്ന് ഇമാം ഖുർത്തുബി തന്റെ തഫ്സീർ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞു വരുന്നത്,
അള്ളാഹുവിന്റെ ഭാഗത്തേക്ക് കയറി നിന്ന് ഞാൻ റബ്ബാണെന്ന് പറഞ്ഞ് കടന്നു വന്ന ഒരു മനുഷ്യന്റെ അന്ത്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ വെച്ച പ്രമാണത്തിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അയാൾ പരാജയത്തിലായി. അവസാനം അല്ലാഹു പറഞ്ഞു, വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അക്രമികളായ ആളുകളെ സന്മാർഗത്തിലാക്കുന്നതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിച്ചുകൊണ്ട് അവനെ വെല്ലുവിളിച്ചുകൊണ്ട് അക്രമികളായി തീരുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സന്മാർഗത്തിലാക്കുകയില്ല എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ ഈ പരാമർശത്തോടെയാണ് രാജാവുമായിട്ടുള്ള ഇബ്രാഹിം നബിയുടെ മുനാളറ അവസാനിക്കുന്നത്. അല്ലാഹുവിന്റെ ഖുർആൻ വളരെ ശക്തമായി ഈ സംഭവം നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. എന്തിനാണ് ഈ സംഭവം എന്നറിയോ? എന്തിനാണ് അല്ലാഹു ഇതിങ്ങനെ പഠിപ്പിച്ചെന്നത്? ലോകാവസാനം വരെ വരുന്ന മുഴുവൻ വിശ്വാസികളും തങ്ങളുടെ ആദർശം സ്വീകരിക്കുന്ന, തങ്ങളുടെ ആദർശത്തെ ശക്തമായി നിലനിർത്തുന്ന മുഴുവൻ സത്യവിശ്വാസികളും ആ ആദർശത്തിനെതിരായി നിൽക്കുന്ന ഏതു വലിയ ആളുകളാണെങ്കിലും അവരുടെ മുന്നിൽ തൗഹീദ് പറഞ്ഞുകൊടുത്ത്, തൗഹീദിന്റെ പ്രമാണങ്ങൾ ഉദ്ധരിച്ചു കൊടുത്ത് ശക്തമായ പ്രബോധനം നടത്തണമെന്നാണ് ഇതിലൂടെ അള്ളാഹു പഠിപ്പിച്ചു തരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാൻ ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഈ പ്രവർത്തനത്തിൽ നിന്ന് നമ്മൾ പഠിച്ചു വെക്കേണ്ടുന്ന സുപ്രധാനമായ ഒരു സംഗതി, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അഫ്ളലുൽ ജിഹാദ്, പ്രവാചകനോട് ചോദിച്ചു ഏറ്റവും വലിയ ജിഹാദ് എന്താണ്, ഏറ്റവും ശ്രേഷ്ഠമായ ജിഹാദ് ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലുൽ ജിഹാദ് കലിമത്തു അദ്ലിൻ ഇൻദ സുൽത്താനിൻ ജാഇർ ഔ അമീരിൻ ജാഇർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അഫ്ളലുൽ ജിഹാദ്, ഏറ്റവും ഉത്കൃഷ്ടമായ ഉന്നതമായ ജിഹാദ് കലിമത്തു അദ്ലിൻ, നീതി പറയലാണ്, നീതിയുടെ വാക്ക് പറയലാണ്. വേറെ ഹദീസിൽ കാണുന്നത് കലിമത്തു ഹഖ് എന്നാണ്, സത്യവാക്യം പറയുക. എവിടെ? ഇൻദ സുൽത്താനിൻ ജാഇർ, ധിക്കാരിയായ ഭരണാധികാരിയുടെ അടുത്ത്, ഔ അമീരിൻ ജാഇർ, ധിക്കാരിയായ അമീറിന്റെ അടുത്ത്, ഭരണാധികാരിയുടെ അടുത്ത്, നേതാവിന്റെ അടുത്ത് സത്യം പറയുക എന്നതാണ് ഏറ്റവും വലിയ ജിഹാദ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഏറ്റവും വലിയ ജിഹാദ് അതാണ്. ധിക്കാരിയായ ഭരണാധികാരിയുടെ മുന്നിൽ അയാളുടെ അടുത്ത് പോയിട്ട് സത്യം ബോധ്യപ്പെടുത്തുക, സത്യവചനം പറഞ്ഞു കൊടുക്കുക എന്നതാണ് ഏറ്റവും വലിയ ജിഹാദ്. പ്രവാചകന്മാർ ചെയ്തിട്ടുള്ള പ്രവർത്തനം അതായിരുന്നു. ഇബ്രാഹിം നബി ചെയ്തതാണ്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തതാണ്. അങ്ങനെ ഓരോ പ്രവാചകന്മാരും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതും അതായിരുന്നു. ഏതൊരു ഭരണാധികാരിയും നാടുവാഴിയാണെങ്കിലും അയാളുടെ മുന്നിൽ സത്യവചനം പറയുക എന്നതാണ് ഏറ്റവും വലിയ ജിഹാദ്. നമ്രൂദിന്റെ മുന്നിൽ പോയി തൗഹീദ് പറയാൻ കാണിച്ച ശക്തമായ ധീരത ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അത് സത്യവിശ്വാസികൾക്ക് ഉണ്ടാവണം. ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ ഇബ്നു അൽ-അസ്ഖലാനിയെ പോലെയുള്ള പണ്ഡിതന്മാർ, ഇബ്നു ബത്വാലിനെ പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തിയ ഒരു അനുബന്ധമുണ്ട്. നാട് ഭരിക്കുന്ന ചക്രവർത്തി രാജാവിന്റെ മുന്നിൽ അല്ലെങ്കിൽ ഭരണാധികാരിയുടെ മുന്നിൽ
ഒരാൾ ഒറ്റക്ക് പോയി അയാൾ കാണിച്ച ധിക്കാരത്തിനെതിരായി സംസാരിക്കാൻ പോകുമ്പോൾ അയാൾ ശ്രദ്ധിക്കണം എന്ന് പണ്ഡിതന്മാർ ഇതിന് അടിക്കുറിപ്പ് എഴുതി കാണാം. എന്ത് ശ്രദ്ധിക്കണം? ഒരു ധിക്കാരിയായ ഭരണാധികാരിയുടെ മുന്നിൽ ഒരു മുസ്ലിമായ ആൾ അയാൾ പോയിട്ട് സത്യം പറയാൻ പോവുകയാണെങ്കിൽ അത് കാരണം മുസ്ലിം സമൂഹത്തിന് പൊതുവായി ഒരു വിപത്ത് വരുമെങ്കിൽ അത് ഒഴിവാക്കണം. പൊതുവായ ഒരു വിപത്ത് മുസ്ലിം സമൂഹത്തിന് വരുമെങ്കിൽ അത്തരം പ്രവർത്തനത്തെ ഒഴിവാക്കുകയാണ് വേണ്ടത് എന്ന് പണ്ഡിതന്മാർ അനുബന്ധം ചേർത്തത് കാണാം. അപ്പോൾ പറയാൻ സാധ്യമാകുന്നിടത്ത്, അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ലാത്തയിടത്ത് ധിക്കാരിയായ ഭരണാധികാരിയുടെ മുന്നിൽ സത്യം പറയുക. നമ്മുടെ നാട്ടിലെ ആളുകൾക്കൊക്കെ ഇത് ഉദ്ധരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളെ പലപ്പോഴും ഇഷ്ടമല്ല. ചില ആളുകളെ കുറിച്ച് പറയാറുണ്ട്, അയാള് മുഖം നോക്കാതെ അങ്ങോട്ട് പറഞ്ഞു കളയും. അയാൾ പറയുന്നത് ശരിയാണോ തെറ്റാണോ ഒന്നും പറയണ്ട. അയാൾ സത്യത്തിന്റെ വക്താവാണെങ്കിൽ, സത്യമാണ് അയാൾ പറയുന്നതെങ്കിൽ അതിന് ആളുകളുടെ മുഖം നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ആളുകൾ ധിക്കാരം പ്രവർത്തിച്ചാൽ, ആളുകൾ എതിര് പ്രവർത്തിച്ചാൽ ആരുടെ മുഖത്ത് നോക്കിയിട്ടും സത്യം പറയാം. ഇത് ശരിയല്ല കേട്ടോ, ഇത് തെറ്റാണ് കേട്ടോ, അത് ചെയ്തത് ശരിയായില്ല എന്ന് പറയാനുള്ള തന്റെ ഇടം വിശ്വാസികൾക്ക് വേണം. ആ തന്റെ ഇടമാണ് ഒരു മുഅ്മിനെ ശരിക്ക് ഖവിയാക്കി തീർക്കുന്നത് എന്നാണ്. പലപ്പോഴും മുസ്ലിം സമൂഹത്തിന് ഇത് നടക്കാത്തത് കൊണ്ടാണ് എല്ലാവർക്കും പലതും ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. ആരും ഒന്നും മുണ്ടൂല, അയാളോട് പറയാൻ പറ്റൂല, അല്ലെങ്കിൽ അയാളോട് പറയണ്ട എന്ന തരത്തിലൊക്കെ ആളുകൾ പിന്നോട്ട് വലിയുന്നത് പേടിച്ചുകൊണ്ടാണ്. ഇബ്രാഹിം നബിയിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ടത് സത്യം, കലിമത്തു ഹഖ്, കലിമത്തു അദ്ൽ, അതാരുടെ മുന്നിലും ചങ്കുവറക്കാതെ പറയാൻ, കാലിടറാതെ പറയാൻ സത്യവിശ്വാസിക്ക് കഴിയണമെന്ന് ഇതിൽ നമ്മൾ പഠിക്കുകയാണ്. അള്ളാഹു അതിനെല്ലാം നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏറ്റവും നല്ല രൂപത്തിൽ നിലനിൽക്കണം തൗഹീദിന് വേണ്ടി. എല്ലാ തൗഹീദിനെതിരായ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ട് ശക്തമായി തൗഹീദിന്റെ വ്യക്തമായി ജീവിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളോട് പറയാനുള്ള സദഖ മലപ്പുറം ജില്ലയിൽ തന്നെയുള്ള, മലപ്പുറം ജില്ലയിലെ കൂറ്റമ്പാറയിൽ അടുത്ത് ആനപ്പാറ എന്ന സ്ഥലത്ത് ഒരു പള്ളിക്ക് വേണ്ടിയിട്ട് അവിടുത്തെ നാട്ടുകാർ കുറച്ച് സ്ഥലം വാങ്ങുന്നു. ഭീമമായ സംഖ്യ വേണം സ്ഥലത്തിന്, വളരെ കുറഞ്ഞ ആളുകളുള്ള സ്ഥലത്ത് നിന്ന്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നടക്കണമെങ്കിൽ ആ പള്ളി അവിടെ ഉണ്ടാകുകയും ദൈവത്ത് രംഗത്ത് ശക്തമായി നിലനിൽക്കുകയും വേണമെങ്കിൽ നമ്മളെപ്പോലുള്ള ആളുകളുടെ സഹായം വേണം. ഇന്ന് നമ്മുടെ പള്ളിയിൽ നിന്നുള്ള സദഖ ആ ആളുകൾക്ക് വേണ്ടി, അവരുടെ പള്ളിയുടെ സ്ഥലം വാങ്ങാനും അതിന്റെ മറ്റു പ്രവർത്തനങ്ങൾക്കും വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് എല്ലാവരും സജീവമായ സദഖ ആ വിഷയത്തിൽ നൽകണമെന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കുകയും മുസ്ലിമായി മരിക്കുകയും ചെയ്യുന്നവരിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്ന ആളുകൾക്ക് അല്ലാഹു രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മുസ്ലിമായതിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന നൂറുകണക്കിന് ആളുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ കഷ്ടപ്പാടും ദുരിതങ്ങളും അനുഭവിക്കുന്നു. അവരുടെ കഷ്ടപ്പാടും ദുരിതങ്ങളുമൊക്കെ അല്ലാഹു മാറ്റിക്കൊടുക്കുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന്റെ കീഴിൽ ഐക്യത്തോടെ അടിയുറച്ച് നിൽക്കാൻ ലോക മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداء الدين بما شئت وكيف شئت يا ذا الجلال والإكرام. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.